ഞാനിപ്പോൾ ഉള്ളത് ശരിക്കും അതിശയിപ്പിക്കുന്ന ഒരു സ്ഥലത്താട്ടാ. മില്യൺസോളം വില വരുന്ന ഫാൽക്കൺസ് ഉള്ള ഒരു സെൻറ്റർ. ഇത് ഷാർജയിൽ കൽബയിലാണ്. വീഡിയോ കണ്ടിട്ട് വരാം. ഇത് കാണേണ്ട ഒരു കാഴ്ച തന്നെ കേട്ടാ. പക്ഷെ ഇവർ പറന്നു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് കാലിൽ കയറിട്ട് ലോക്കാക്കിയേക്കാണ്. അതായത് ലോകത്തിൽ തന്നെ ഏറ്റവും വില കൂടിയ പക്ഷികളാണ് ഈ ഫാൽക്കൺ എന്ന് പറയുന്ന പക്ഷികളെന്നാണ് പറയപ്പെടുന്നത്. മില്യൺസോളം വില വരുന്നുണ്ട്. മൂങ്ങ അതേ ഇരിപ്പ് തന്നെ കേട്ടാ, ഒരു മാറ്റവും ഇല്ല. തല അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ഒരു പൊടിക്ക് ഇളകണില്ല ആള്. എന്താ നോക്കിയേ, ഭയങ്കര സൈസാണ് കേട്ടത്. കണ്ട, നല്ല സൈസ് ഉണ്ട് ഇത്. കാലൊക്കെ ലോക്ക് ചെയ്തിട്ടേക്ക് അവരെ. പക്ഷിയുടെയും ഫുൾ ഡീറ്റെയിൽസ് അവരവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇതേപോലെ ആൾക്കാർ വന്നു കഴിഞ്ഞാൽ ഇതിൽ നോക്കിയിട്ട് മനസ്സിലാക്കാൻ പറ്റും അതിൻ്റെ വെയിറ്റ്, ഹൈറ്റ്, അതിൻ്റെ ഡിസൈന് എല്ലാം. ഇത് വന്നു കഴിഞ്ഞ് കണ്ടാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. എന്തായിരിക്കണം ഇരിപ്പ് നോക്കിയേ. കാരണം ഈ ഫാൽക്കൻ്റെ ഒക്കെ പിന്നിൽ ഒരുപാട് കഥകളുണ്ട് കേട്ടോ. കാരണം പണ്ട് ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ ഈ അറബികൾ മരുഭൂമിയിൽ ജീവിച്ചിരുന്ന കാലത്ത് അവർക്ക് ഭക്ഷണത്തിന് ഇരയെ പിടിച്ചിരുന്ന ഒരു ട്രിക്കാണ് ഈ ഫാൽക്കണിനെ വെച്ചിട്ട് ഇവർ വേട്ടയാടൽ. മൂങ്ങ മാറ്റങ്ങളുണ്ട്. അതായത് ഓരോ ഫാൽക്കണും ഓരോ ഡിസൈന്, അതാണ് അതിശയിപ്പിക്കുന്നത്. അതിൻ്റെ തൂവലായാലും ചിറകായാലും എല്ലാം ഷേപ്പ് കംപ്ലീറ്റ് ഡിഫറെൻറ്റ് ഫാൽക്കൺ. അതായത് ഇവരുടെ കൊക്കില്ലേ, ഇവരെ കൊക്കിൻ്റെ ഉള്ളിൽ ഒരു പ്രത്യേകതരം പല്ലുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ആ പല്ല് ഉപയോഗിച്ചിട്ടാണ് ഇവർ മൃഗങ്ങളെ വേട്ടയാടുന്നത്, ഇരേനെ പിടിക്കണത്. അത്രയും പവർഫുള്ളായിട്ടുള്ള ഒരു പല്ലാണ് അവരുടെ ആ കൊക്കിൻ്റെ ഉള്ളിൽ ഉള്ളതെന്നാണ് പറയണത്. ഇരിപ്പ് നോക്കിയേ.
ഒന്നറിയാത്ത ഭാഗത്തിലാണ് ഇരിപ്പ്. അപ്പോൾ ഈ അന്റാർട്ടിക്ക ഒഴികെയുള്ള എല്ലാ രാജ്യങ്ങളിലും പ്രദേശങ്ങളിലൊക്കെ ഈ ഫാൽക്കൺ കാണപ്പെടുന്നുണ്ട്. അത് ഓടി രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ കാലിൽ ലോക്കിട്ട കാരണം പറക്കാൻ പറ്റുന്നില്ല. ബാക്കിയുള്ളവരൊക്കെ ഒതുങ്ങിയിരിക്കുന്നുണ്ട്. പക്ഷെ ഇവനാളിത്തിരി പെശകാൻ തോന്നുന്നു. ഇവൻ ഇവിടുന്ന് എസ്കേപ്പ് അടിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷെ പറ്റണില്ല, കാല് ലോക്കാണ്. മില്യൺസോളം വരെയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ദുബായിൽ ഇതിൻ്റെ ലേലങ്ങൾ ഇടയ്ക്ക് നടക്കാറുണ്ട്. പല വിലയിലേക്ക് അത് ഉയർന്നു പോവും. മില്യൺസാണ്. ഇപ്പോൾ ലാസ്റ്റ് നടന്നത് 3,50,000 ദിർഹംസിനാണ് ഇതിൻ്റെ ചില പ്രത്യേക തരത്തിലുള്ള ഫാൽക്കണിൻ്റെ വില വരുന്നത്. പക്ഷെ ഇത് വാങ്ങാനും ആൾക്കാരുണ്ട് കേട്ടോ. അറബികളുണ്ട്. അറബികൾക്ക് പിന്നെ ഇതൊരു എന്താ പറയുക, ഭയങ്കര ഒരു അഭിമാനമാണ് അവർക്ക് ഈ ഫാൽക്കൺ വളർത്തുക, അല്ലെങ്കിൽ ഇതിൻ്റെ കാര്യങ്ങൾ. പിന്നെ ഒരു പാരമ്പര്യമായിട്ടൊക്കെ ഒരുപാട് കഥകളൊക്കെ ഉള്ള കാരണം. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയണത് ഈ ഫാൽക്കണ് പാസ്പോർട്ട് വരെ ഉണ്ട്. പാസ്പോർട്ടുള്ള ഫാൽക്കൺ വരെ ഉണ്ട്. അതായത് ലോകത്ത് 40 തരം ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫാൽക്കൺ ഉണ്ട് എന്നാണ് പറയണത്. പല പല മോഡൽസ്, പല പല ഡിസൈനിൽ, അവരുടെ ആകൃതിയിലും അവരുടെ തൂവലിൻ്റെ ഡിസൈന്, ചിറകിൻ്റെ ഡിസൈന്, അങ്ങനെ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള ഫാൽക്കൺ ഉണ്ട്. അതിനൊക്കെ റേറ്റും വ്യത്യാസങ്ങളുണ്ടാവും കേട്ടോ. 3 മില്യൺ, 4 മില്യൺ, 6 മില്യൺ വരെ ഉള്ള ഫാൽക്കൺ ഉണ്ട്. എന്താ ഇരിപ്പ് നോക്കിയ. ഇത് കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും വന്ന് കാണണം കേട്ടോ. ഓരോ ഇതിൻ്റെയൊക്കെ സൈസ് നോക്കിയേ. ഇത് ഈ ചെറിയ പിഗ്മി ഫാൽക്കൺ എന്നും പറയും. അതുപോലെ വലുതിനെ ഗെയർ ഫാൽക്കൺ എന്നുമാണ് പറയപ്പെടുന്നത്. ഇത് ഡൈവ് ചെയ്തിട്ട് ഇരേനെ പിടിക്കണത് 320 കിലോമീറ്റർ സ്പീഡിലാണ് പറയുന്നത്. അത്രയും ഫാസ്റ്റാണ് ഈ സംഭവം. കണ്ട, ഓരോ ഫാൽക്കണും വ്യത്യസ്തമായിട്ടുള്ള ഡിസൈനും ചിറകുകളാണ്. അത് വൈറ്റ് കളറ്. ഇത് മൂങ്ങ. ഇതിൻ്റെ കളറ് ഒരു പ്രത്യേകതരം കളറാണ്.
ഇതൊക്കെ നേരിട്ട് കാണണം കേട്ടോ. നമുക്ക് നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ ഒരുപാട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. നേരിട്ട് കാണുമ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി. നമുക്ക് അതിൻ്റെ അടുത്ത് നിന്നിട്ട് അതിനെ കാണാൻ പറ്റും, അതിൻ്റെ കാര്യങ്ങൾ അറിയാൻ പറ്റും. ഇത് അതിൻ്റെ വെയിറ്റ് ചെക്ക് ചെയ്യണതാ. ഇതിൻ്റെ വെയിറ്റ് ചെക്ക് ചെയ്യാനായിട്ട് അവർ, കാരണം ഇവിടെ ഒരു ഷോ ഉണ്ട്, ഈ ഫാൽക്കൺ ഷോ എന്ന് പറഞ്ഞിട്ട്, അതിൻ്റെ പ്രകടനങ്ങളും സംഭവങ്ങളൊക്കെ. അപ്പോൾ അതിൻ്റെ മുന്നേയിട്ട് അവർ വെയിറ്റും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യും. ഇതിവിടെ നിങ്ങൾ എന്തായാലും വന്ന് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യണം കേട്ടോ. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് പരിപാടിയാണ്. ഇത് ആ ഷോ സമയത്ത് ഇവരെ അഴിച്ചുവിടും, ഷോ കാണിക്കാൻ. അപ്പോൾ ആ സമയത്ത് പറന്നു പോവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവമാണ് ട്രാൻസ്മീറ്റർ. ആ സംഭവം ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഇവരഴിച്ചു വിട്ട് കഴിഞ്ഞാൽ അവർക്കറിയാൻ പറ്റും. ട്രാൻസ്മീറ്ററാണ് അതൊന്ന് ഫിക്സ് ചെയ്യണത്. छोड़ देते ना, वो अगर जाएगा तो मीटर लेके जाएगा, वो किधर है मालूम हो जाए। ट्रैक हाँ, GPS दूर जाएगा ना। हाँ वो दूर, इतना दूर नहीं, इधर ही ये बाढ़ का इधर ही रहेगा। जाके हम लोग गाड़ी में जाके देखते। ओके ओके. ഈ ഷോന്റെ മുന്നോടിയായിട്ട് അവർക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്, അതാണ് അവർ ചെയ്യണത്. ഇനി 5 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഫാൽക്കൻ്റെ ഷോ ഉണ്ട്. ആ ഷോ കാണാം നമുക്ക്.
كما يجب أن تستقبل الطيور الجارحة التي قابل الطيور الجارحة من الأنفس. They change their feathers until such time they're going to change into a white pink color. So they're going to reach their full plumage when they reach around 4 or 5 years of age. So the younger they are, those are the dark ones. And the older they are, those are the white ones. And of course, the one with ഈ സ്ഥലം കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും വന്ന് കാണട്ടാ. ഒരു അതിശയിപ്പിക്കണ സ്ഥലം തന്നെയാണ്.